പ്രളയക്കെടുതിയിൽ കലുങ്കും റോഡും ഒലിച്ചുപോയതോടെ 35ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. തിരുവമ്പാടി പുല്ലൂരാമ്പാറയ്ക്ക് സമീപം കൊടക്കാട്ടുപാറ KP എസ്റ്റേറ്റ് റോഡിലുള്ള കലുങ്കും റോഡുമാണ് ഒലിച്ചുപോയത്. മലയോര മേഖലയിൽ 3 ദിവസമായി തുടരുന്ന അതിശക്തമായ മഴയിൽ ദുരിതങ്ങളും വർദ്ധിക്കുകയാണ്. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ പുല്ലൂരാമ്പാറയ്ക്ക് സമീപം കൊടക്കാട്ടുപാറ KP എസ്റ്റേറ്റ് റോഡിലെ കലുങ്കും 1 കിലോമീറ്ററോളം വരുന്ന റോഡും പൂർണ്ണമായും ഒലിച്ചുപോയി. ഇതോടെ പ്രദേശത്തെ 35ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. രോഗികളും വയോധികരും സ്കൂൾ കുട്ടികളടക്കമുള്ളവരുടെയും ഏക ആശ്രയമായിരുന്നു ഈ റോഡ്. ചെന്നിയപ്പാറ ആദിവാസി ഉന്നതിയിലെ 32ഓളം വീടുകളിലെ ആദിവാസി കുട്ടികൾ അടക്കമുള്ളവർക്ക് എളുപ്പത്തിൽ സ്കൂൾ, ആശുപത്രി, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാമായിരുന്ന റോഡായിരുന്നു ഇത്. ഇവിടേക്ക് വാഹനങ്ങൾ എത്തിക്കുവാനോ വീടുകളിലുള്ളവർക്ക് വാഹനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാനോ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി തരണമെന്ന് സ്ഥലം സന്ദർശിച്ച MLA അടക്കമുള്ള ജനപ്രതിനിധികളോട് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രദേശത്തുണ്ടായ നാശനഷ്ടങ്ങൾ CK കാസിം MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ വിലയിരുത്തി. ദുരന്തബാധിതർക്ക് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുന്നതിനും അടിയന്തര പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. MLAയോടൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിതിൻ പല്ലാട്ട്, UDF ചെയർമാൻ കുര്യാച്ചൻ തെങ്ങുമുട്ടിൽ തുടങ്ങിയ നിരവധി പേരാണ് ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.